ദെൻ ഫങ്ഷൻസ് ഓഫ് ബാങ്കിങ് നമ്മളിപ്പോൾ പറഞ്ഞത് എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ഒരു ബാങ്ക് ചെയ്യുക? ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് അല്ലേ, നമ്മളെ ഡെപ്പോസിറ്റ്സ് അവർ ആക്സെപ്റ്റ് ചെയ്യുന്നു. സെക്കൻഡ് വൺ എന്താണ്? ലെൻഡിങ് മണി, നമുക്ക് വേണ്ടിയിട്ട് അവർ മണി ലെൻഡ് ചെയ്യുക, ഇഷ്യൂ ചെയ്യുന്നു, നമ്മളെ ലോൺസ് അക്സെപ്റ്റ് ചെയ്യുകയും നമുക്ക് വേണ്ടി പണം തരികയും ചെയ്യുന്ന അങ്ങനെ ഒരു പ്രോസസ്സ് തന്നെയാണ് ഈ ബാങ്കിങ്ങിൻ്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫങ്ഷൻസ് ഫസ്റ്റ് വൺ അതാണ്. പ്രൈമറി ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണിയാണ്. സെക്കൻഡറി ഫങ്ഷൻസ് ഏതൊക്കെയാണ്? ഏജൻസി സർവീസസ്, അതായത് കളക്ഷൻ ഓഫ് പേയ്മെൻറ്റ്, ചെക്ക് ആൻഡ് ബിൽസ് വഴി പേയ്മെൻറ്റ്സ് കളക്ട് ചെയ്യുക, അത് സെക്കൻഡറി ഫങ്ഷൻ. ഫങ്ഷൻസ് ഓഫ് ബാങ്കിങ് ആണ് രണ്ടെണ്ണം ഉള്ളത്, പ്രൈമറിയും സെക്കൻഡറിയും. അതിൽ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി. സെക്കൻഡറിയിലാണ് ഏജൻസി സർവീസസ്, അതായത് ചെക്കായിട്ടും ബില്ലായിട്ടും ഒക്കെ നമ്മളെ ഡെപ്പോസിറ്റ്സോ പേയ്മെൻറ്റ്സോ സ്വീകരിക്കുക എന്നുള്ളത്. ദെൻ ഡിവിഡൻഡ് ആൻഡ് ഇൻട്രസ്റ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്, കളക്ഷൻ ഓഫ് ഡിവിഡൻഡ് ആൻഡ് ഇൻട്രസ്റ്റ് കളക്ട് ചെയ്യുക, പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ്, പേയ്മെൻറ്റ് ഓഫ് റെൻറ്റ്, ഇൻട്രസ്റ്റ്, ഇൻഷുറൻസ് പ്രീമിയം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേയ്മെൻറ്റ് നടത്തുക, ആക്ടിങ് ആസ് എ ട്രസ്റ്റി ഓർ എക്സിക്യൂട്ടർ, അതൊക്കെയാണ് എന്ത്? ഏജൻസി സർവീസസിൽ. സെക്കൻഡ് വൺ എന്താണ്? ജനറൽ യൂട്ടിലിറ്റി സർവീസസ്. എന്തൊക്കെ ജനറൽ യൂട്ടിലിറ്റി സർവീസസ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഇഷ്യൂ ഓഫ് ബാങ്ക് ഡ്രാഫ്റ്റ് ഇഷ്യൂ ചെയ്യുന്നത്, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇഷ്യൂ ചെയ്യുക, നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് ATM കാർഡ്സ്, അതായത് ഡെബിറ്റ് കാർഡ് ആൻഡ് ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നതൊക്കെ സെക്കൻഡറി ഫങ്ഷൻസ് ഓഫ് ബാങ്കിങ്ങിൽ വരുന്ന ജനറൽ യൂട്ടിലിറ്റി ഫങ്ഷൻസ് ആണ് അതൊക്കെ. പിന്നെ ഇൻ്റർനെറ്റ് ബാങ്കിങ് ആൻഡ് ഫോൺ ബാങ്കിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? ജനറൽ യൂട്ടിലിറ്റി ഫങ്ഷൻസ്. അപ്പോൾ പ്രൈമറി ഫങ്ഷൻസ് നോക്കി, സെക്കൻഡറി ഫങ്ഷൻസിൽ ഏജൻസി സർവീസ് ഫങ്ഷൻസും ജനറൽ യൂട്ടിലിറ്റി ഫങ്ഷൻസും വരുന്നത്. ദെൻ ടൈപ്സ് ഓഫ് ബാങ്ക് അക്കൗണ്ട്. നമുക്ക് ബാങ്കിൽ നമുക്ക് എല്ലാവർക്കും അക്കൗണ്ട് ഉണ്ടാവും. അപ്പം ഒരു ടൈപ്പാണോ അക്കൗണ്ട് ഉള്ളത്? അല്ല, നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്ക് അക്കൗണ്ട്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ സേവിങ് ഡെപ്പോസിറ്റ് അല്ലേ, നമ്മളെ ഡെപ്പോസിറ്റ് സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു നിശ്ചിത കാലയളവിലേക്ക് അതിൻ്റെ ഇൻട്രസ്റ്റും മാത്രം എടുക്കാം, അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് പണം നിക്ഷേപിക്കുന്നതാണ് സേവിങ് ഡെപ്പോസിറ്റ്. ദെൻ കറണ്ട് ഡെപ്പോസിറ്റ് സ്കീം ഉണ്ട്. എന്ന് വെച്ചാൽ എന്താണ്? അതായത് അത് മെയിനായിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് ആരെയാണ്? ഇൻഡസ്ട്രിയലൈസ് ആൻഡ് ബിസിനസ്മാനെയാണ്. ഡെപ്പോസിറ്റ് വിഡ്രോൺ മണി ആൻഡ് വെൻ ദേ നീഡ്, അതായത് ഈ ഇൻഡസ്ട്രിയൽസിനും അതേപോലെ ബിസിനസ്മാൻസിനും ഒക്കെ അവരെ പണം ഡെപ്പോസിറ്റ് ചെയ്യാം, അവർക്ക് ആവശ്യമുള്ള സമയത്തിന് അതിനെ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കറണ്ട് ഡെപ്പോസിറ്റ് നമുക്കും കറണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ദെൻ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്താണ്? ഫിക്സഡ്, ഒരു നിശ്ചിത കാലയളവിലേക്ക് നമ്മൾ ആ പണം നമുക്ക് പിന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് വിഡ്രോ ചെയ്യാൻ പറ്റില്ല, ഒരു ഫിക്സഡ് ടൈമിലേക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പണം നിക്ഷേപിക്കുന്നതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നല്ലേ, നമ്മളൊക്കെ ബാങ്ക് യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ബാങ്കിലുള്ള ഡെപ്പോസിറ്റ് സ്കീംസ് ആണ്, ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ്സ് ആണ് നമ്മൾ പറയുന്നത്. ഞാൻ റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ മെയിൻലി 5, 7 or 10 ഇയേഴ്സിലേക്ക് വേണ്ടിയിട്ട് പീരീഡിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു പണം നിക്ഷേപിക്കുന്നതാണ് റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ. അത് എവറി മന്ത് ഒരു സ്പെഷ്യൽ ചില പണം, അതായത് സം ഓഫ് മണി, അത് കുറച്ച് ഒരു തുക ഉണ്ടാവും. ആ തുക എവറി മന്ത് എല്ലാ മാസവും നമ്മൾ എന്ത് ചെയ്യണം? ആ ബാങ്കിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അത് ഒരു 10 വർഷം വരെ ആയിരിക്കും അതിൻ്റെ ഒരു പീരീഡ്. ആ സമയം വരെ നമ്മൾ ആ പണം ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് റെക്കറിംഗ് ഡെപ്പോസിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ നമ്മൾ നോക്കുന്നത് അടുത്ത സ്കീമാണ് ബാങ്കിങ് കഴിഞ്ഞാൽ ഇൻഷുറൻസ്. ഇൻഷുറൻസിൽ എന്താണ് വരുന്നത്? അടുത്ത സർവീസ് കൊടുക്കുന്ന സർവീസസ് ആണ് ഇൻഷുറൻസ് സർവീസസ്. ഇൻഷുറൻസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മളൊരു റിസ്കിൻ്റെ മേലെയാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത്. നമ്മളൊരു ബിസിനസ്സിൻ്റെ പ്രോഡക്റ്റോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓവറോൾ ബിസിനസ്സിന് വേണ്ടിയിട്ടോ നമുക്ക് റിസ്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഷുറൻസ് സ്കീമിൽ നമ്മളെ ബിസിനസ്സിനെ പ്രോഡക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻഷുറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻഷുറൻസ് എടുക്കുക. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് ഈ ഇൻഷുറൻസ് എന്താണ്? പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് റിസ്ക് അല്ലെ, നമുക്കൊരു റിസ്ക് ഉണ്ടാകുമ്പോൾ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ഇൻഷുറൻസ് ക്ലെയിം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമ്മൾ എല്ലാവർക്കും അല്ലേ ഇൻഷുറൻസ് അല്ല, നമ്മൾ വണ്ടി എടുക്കുമ്പോൾ നമ്മൾ അതിന് ഇൻഷുറൻസ് എടുക്കുന്നില്ലേ, അതേപോലെ. അപ്പം റിസ്ക് പ്രൊട്ടക്ട് ചെയ്യുന്നു. കൂളിംഗ് ഓഫ് റിസ്കിൻ്റെ ഇത് ആഘാതം നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നു. ഹെൽപ്സ് ഇൻ സെക്യൂറിങ് ലോൺസ് കിട്ടാൻ സെക്യൂർ ആവുന്നു. കോൺട്രിബ്യൂട്ട് എക്കണോമിക് ഡെവലപ്മെൻറ്റ്, ജനറേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ്, സോഷ്യൽ സെക്യൂരിറ്റി, അതൊക്കെയാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ്. ദെൻ ടൈപ്സ് ഓഫ് ഇൻഷുറൻസ്. ഇൻഷുറൻസിൻ്റെ ടൈപ്സ് ഏതൊക്കെയുണ്ട്? നമുക്ക് ദർ ആർ മെയിൻലി 4 ടൈപ്സ് ആണ്. അതായത് ലൈഫ് ഇൻഷുറൻസ്, ഫയർ ഇൻഷുറൻസ്, മറൈൻ ഇൻഷുറൻസ് ആൻഡ് അതർ ടൈപ്സ് ഓഫ് ഇൻഷുറൻസ്. ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്?
നമ്മളെ ബിസിനസ് അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സ് നമ്മളെ ജീവന് വേണ്ടിയിട്ട് നമ്മൾ ഇൻഷുർ ക്ലെയിം ചെയ്യുക. അതായത് നമുക്കൊരു ആക്സിഡൻറ്റ് പറ്റുമ്പോഴോ അല്ലെങ്കിൽ ബിസിനസ് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ, തീ പിടിച്ചിട്ടോ അങ്ങനെ എങ്ങനെ ഒരു എംപ്ലോയി മരിച്ചു പോവുകയാണെങ്കിൽ അതിൽ നമ്മൾ ആ വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു ഇൻഷുറൻസ് ഒരു തുക നമ്മൾ എന്താ പറയുക ഉണ്ടാവും. അത് നമ്മൾ മന്ത്ലി നമ്മളെ സാലറിന്നോ അതിൽ നിന്നൊക്കെ നമ്മൾ പേ ചെയ്യുന്നുണ്ടായിരിക്കും, അല്ല വർഷത്തിലൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഇതിനെയാണ് നമ്മൾ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. പിന്നെ എന്ത് ഇൻഷുറൻസ് ആണുള്ളത്? ലൈഫ് ഇൻഷുറൻസ് കഴിഞ്ഞാൽ ഫയർ ഇൻഷുറൻസ്. ഫയർ ഇൻഷുറൻസിൽ എന്താണ് വരുന്നത്? തീപിടുത്തം കൊണ്ടൊക്കെ വരുന്ന നമ്മളെ ബിസിനസ് നശിച്ചു പോവുക, പെട്ടെന്ന് എന്തെങ്കിലും ഫയർ ഇഷ്യൂസ് കാരണം കത്തിപ്പോവുക, അങ്ങനെയൊക്കെ വരുന്ന ലോസ് നമുക്ക് നഷ്ടം സംഭവിക്കുമ്പോൾ ആ ഫയർ ഇൻഷുറൻസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ഒരു സം ഓഫ് മണി നമുക്ക് ലഭിക്കുന്നു. അതിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഫയർ ഇൻഷുറൻസ്. പിന്നെ മറൈൻ ഇൻഷുറൻസിൽ എന്താണ് വരുന്നത്? അതായത് ഇൻഡെംനിഫൈ ഓഫ് ദ ഓണർ ഓഫ് എ ഷിപ്പ് ഓർ കാർഗോ. അതായത് മറൈൻ അഡ്വഞ്ചറേഴ്സ്, അതായത് നമ്മൾ ഷിപ്പിൽ കാർഗോ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മളെ പ്രോഡക്ട്സ് ഒക്കെ എന്തെങ്കിലും പറ്റിപ്പോവും അല്ലേ? നമ്മൾ ചിലപ്പോൾ ഷിപ്പ് വഴിക്കോ കാർഗോ വഴിക്കോ പ്രോഡക്ട്സിന് അയക്കില്ല നമ്മളെ ബിസിനസ്. അപ്പോൾ അതിലെന്തെങ്കിലും ലോസസ് സംഭവിച്ചാൽ അത് ക്ലെയിം ചെയ്യുന്നതാണ് ഈ മറൈൻ ഇൻഷുറൻസ്. ദെൻ അതർ ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് ആണ് നമ്മൾ പറഞ്ഞ മോട്ടോർ വെഹിക്കിൾ, ഹെൽത്ത്, ക്രോപ്സ്, ക്യാഷ്, കെറ്റിൽ, അങ്ങനെയുള്ള കുറേ ഇൻഷുറൻസ്. അതാണ് ഇൻഷുറൻസിൽ പറയുന്നത്, നോർമലി നമുക്ക് അറിയുന്നത്. അപ്പം അടുത്തൊരു ബിസിനസ് സപ്പോർട്ടിംഗ് സർവീസ് ആണ് ഇൻഷുറൻസ്. ദെൻ ട്രാൻസ്പോർട്ടേഷൻ. ട്രാൻസ്പോർട്ടേഷനിൽ എന്താണ് നമ്മളെ പ്രോഡക്റ്റിന് നമ്മൾ എന്ത് ചെയ്യുക? ട്രാൻസ്പോർട്ട് ചെയ്യണം അല്ലേ? നമുക്ക് സ്മൂത്ത്, നമ്മൾ പറഞ്ഞ പ്രൊഡ്യൂസർ ടു കസ്റ്റമേഴ്സിലേക്ക് പ്രോഡക്റ്റിൻ്റെ സ്മൂത്ത് ഫ്ലോ നടക്കണമെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ സർവീസസ് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ എന്താണ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്, ഏതൊക്കെ ട്രാൻസ്പോർട്ട് മാർഗത്തിൽ നമുക്ക് പ്രൊഡക്ഷൻ എത്തിക്കാം? റോഡ് ഉണ്ടാവാം, റെയിൽവേ അല്ലേ, നമ്മൾ റെയിൽ വഴി, വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ. അതപ്പോൾ നമ്മൾ പറഞ്ഞ മറൈൻ ഇൻഷുറൻസ് ഒക്കെ അതിനു വേണ്ടി എടുക്കുന്നതാണ്. അതായത് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവും. ദെൻ ലാസ്റ്റ് വൺ എയർ ട്രാൻസ്പോർട്ടേഷൻ, വിമാനം. 4 ട്രാൻസ്പോർട്ടേഷൻ എല്ലാവർക്കും അറിയുന്നല്ലേ? അതാണ് ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ടേഷൻ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് അറിയില്ലേ? നമ്മൾ പറഞ്ഞു നമ്മൾ സ്മൂത്ത് ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് ഒരു വ്യക്തിയിൽ നിന്ന് അടുത്ത വ്യക്തിയിലേക്ക് എത്താനുള്ള ഏറ്റവും നല്ലൊരു സർവീസസ് ആണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. അത് നല്ല രീതിക്കാണെങ്കിൽ മാത്രമേ നമ്മൾ ബിസിനസ്സിൻ്റെ ഒരു എക്സ്പാൻഷനും ഗ്രോത്തും സക്സസ്സിനും ഒക്കെ നമുക്ക് പറ്റുള്ളൂ. അപ്പം ട്രാൻസ്പോർട്ടേഷനിൽ അത്രയും കാര്യങ്ങളാണ്. ദെൻ കമ്മ്യൂണിക്കേഷൻ, അടുത്തൊരു സപ്പോർട്ടിംഗ് സർവീസസ് ആണ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് എന്താ പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ ഇസ് എ പ്രോസസ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഐഡിയാസ്, ഒപ്പീനിയൻസ്, തോട്ട്സ് ആൻഡ് ഇൻഫോർമേഷൻ ത്രൂ അല്ലേ? നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക പീപ്പിൾസ്, ജനങ്ങളുമായിട്ട് നമ്മളെ പ്രോഡക്റ്റിനെ കുറിച്ചും നമ്മളെ കാര്യങ്ങൾ എന്താ നമ്മളെ ബിസിനസ്സിനെ കുറിച്ചും നമ്മളെ ഗുഡ്സ് ആൻഡ് സർവീസസിനെ കുറിച്ചും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കമ്മ്യൂണിക്കേഷൻ ഡിഫറെൻറ്റ് ടൈപ്സിലുണ്ട് എന്നാണ് പറയുന്നത്. ഓറൽ ആൻഡ് റിട്ടൺ ആൻഡ് നോൺ വെർബൽ. അതായത് ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മെസ്സേജസ് വഴി, അതായത് ഓറലി ത്രൂ സ്പോക്കൺ വേർഡ്സ് ഈസ് കോൾഡ്. നമ്മൾ ഓറൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുന്ന രീതിക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്. പ്രൊമോഷൻസ് ഒക്കെയാണ് ഈ കമ്മ്യൂണിക്കേഷനിൽ മെയിനായിട്ട് വരുന്നത്. നമ്മൾ പറഞ്ഞുകൊണ്ട് ഒരു വാമൊഴിയായിട്ട് നമ്മൾ ഓരോ പ്രോഡക്റ്റ് നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ തന്നെ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടൊക്കെ വരുന്ന ഓറൽ കമ്മ്യൂണിക്കേഷൻ. ദെൻ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ റിട്ടൺ ഫോർമാറ്റിലേക്ക് ലെറ്റേഴ്സ്, ടെലഗ്രാംസ്, നോട്ടീസ്, പോസ്റ്റേഴ്സ് അങ്ങനെയൊക്കെ കഴിയും. നമ്മൾ കാണില്ലേ നമ്മൾ പോകുന്ന വഴിക്ക് പരസ്യങ്ങൾ, അതായത് ഒരു വലിയ ഫ്ലെക്സ് ബോർഡ്സ് ഒക്കെ, അതൊക്കെ എന്ത് കമ്മ്യൂണിക്കേഷനാണ്? റിട്ടൺ നമുക്കത് ആ പോസ്റ്റർ വായിച്ചിട്ട് നമുക്കത് മനസ്സിലാക്കുന്ന ടൈപ്പ് ഓഫ് കമ്മ്യൂണിറ്റി എഴുതി വെച്ചിട്ടുണ്ടാവും എന്താണെന്നുള്ളത്, നമ്മളൊരു ഗുഡ്സ് ആൻഡ് സർവീസസിനെ കുറിച്ച്, പ്രൊഡക്റ്റിനെ കുറിച്ച് അങ്ങനെയുള്ളത്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്? നമ്മളെ സൈൻസൊക്കെ, അതായത് വെർബലി ആയിരിക്കില്ല, നമ്മളെ സൈനുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താണോ ഉദ്ദേശിക്കുന്നത് പറയാനുള്ള കാര്യങ്ങൾ അത് ഒരു സിമ്പിൾസ് അങ്ങനെയൊക്കെ വെച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് എന്ത് പറയുന്നത് നോൺ വെർബൽ. അപ്പോൾ അത്രയും ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ 3 ഓറൽ, റിട്ടൺ ആൻഡ് നോൺ വെർബൽ. പിന്നെ ലാസ്റ്റ് സപ്പോർട്ടിംഗ് സർവീസസ് ആണ് വെയർ ഹൗസിംഗ്. വെയർ ഹൗസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോഡൗൺ ഫെസിലിറ്റീസ് അല്ലേ? അത് നല്ല നമ്മളെ പ്രോഡക്റ്റ് വലിയ ഹ്യൂജ് വലിയ ബിസിനസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും
നമുക്കൊരു മിഡിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്ക് പ്രോപ്പർ വെയർ ഹൗസിങ് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം അല്ലേ, അതായത് ഗോഡൗൺ ഫെസിലിറ്റീസ്, നമ്മളെ പ്രൊഡക്ഷൻ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിന് ഡാമേജോ കാര്യങ്ങളോ ഒന്നും വരാതെ ഏറ്റവും നല്ല സേഫായിട്ട് സ്റ്റോറായിട്ട് കീപ്പ് ചെയ്യാൻ, നമ്മളെ അതിൽ വെയിലോ മഴയോ മഞ്ഞോ ഒന്നും തട്ടാതെ നമുക്ക് നമ്മളെ പ്രോഡക്റ്റിനെ സേഫാക്കി വെക്കാനുള്ള ഏറ്റവും ഒരു സുരക്ഷിതമായ വെയർ ഹൗസിങ് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഗോഡൗൺ ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഒരു സർവീസ് സപ്പോർട്ടാണ്, അതിനുള്ള ഒരു ഏരിയ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ബിസിനസ് സപ്പോർട്ട് സർവീസസ് എന്ന് പറയുന്നത് ഇത്രയും സപ്പോർട്ട്സാണ് മെയിൻലി നമുക്ക് കിട്ടേണ്ട സപ്പോർട്ട്സ് 5 എണ്ണമാണ്. ബാങ്കിങ് സപ്പോർട്ട്, ഇൻഷുറൻസ്, ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് വെയർ ഹൗസിങ് ഫെസിലിറ്റീസ്. ഓക്കെ.